സംഘടനാ സംവിധാനം എന്നത് ദീൻ പ്രചരിപ്പിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ്. ഒരു സംവിധാനത്തിന് മെമ്പർഷിപ്പ് എടുത്ത് അതിനൊപ്പം നിന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ ഹക്കിന്റെ ആളാവണമെന്നില്ല. അത് നിന്നില്ല എന്നുകൊണ്ട് മാത്രം ഒരാൾ തെറ്റായ വഴി സ്വീകരിച്ച ആളാവുകയും ഇല്ല. അത് സംവിധാനം മാത്രം. നമ്മുടെ നാട്ടിൽ കുറെ കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ചു പോകുന്നത് ഈ ഒരു സംവിധാനമാണ്. എല്ലാ നാട്ടിലും ഇങ്ങനെ ആയിക്കോളാം എന്നില്ല. ഇവിടെ എല്ലാവർക്കും സംഘടനകളുണ്ട്. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല മറ്റു മതങ്ങൾക്ക്, രാഷ്ട്രീയ രംഗത്ത് ഒക്കെ പൊതുവെ ഇവിടെ നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചു പോകുന്നത് സംഘടനാ സംവിധാനങ്ങളാണ്. ഇവിടെ ശിർക്കും ഖുറാഫാത്തും പ്രചരിപ്പിക്കാനും സംഘടനയുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ മാത്രം സംഘടന വേണ്ട എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുക ഈ എല്ലാ നന്മകളും മുടങ്ങൽ മാത്രമാണ്. എന്നുവെച്ചാൽ ഇവിടെ ആർക്കും സംഘടന ഇല്ലാതിരിക്കാം. ഒരാളും സംഘടന ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ശിർക്കും ഖുറാഫാത്തും ബിദഅത്തും ഒന്നും പ്രചരിപ്പിക്കാനും സംഘടനയില്ല. എല്ലാവരും സ്വതന്ത്രമായി ജീവിച്ചു പോകുന്നു എങ്കിൽ ഒരു സംഘടന അത്ര തന്നെ നിർബന്ധമാണ്, നമുക്ക് പറയേണ്ട കാര്യമില്ല. എന്നാൽ നമ്മുടെ നാട്ടിലതല്ല. ഇവിടെ ബാക്കി എല്ലാവരും സംഘടിക്കുകയാണ്, എല്ലാവരും ആ നിൽക്കാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ സംഘടന പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാ ഹൈറുകളും മുടങ്ങാനാണ് അത് കാരണമായി മാറുക. മാത്രവുമല്ല, ഒറ്റക്ക് ചെയ്യുന്നതിനേക്കാൾ ഏറെ ധാരാളം ഹൈറുകൾ ഇത് വഴി ചെയ്യാൻ അവസരമുണ്ട്. അതുകൊണ്ട് ആ ഹൈറുകളെ കൂടെ കൂടുക എന്നാണ് ഇതോട് ഉദ്ദേശിക്കുന്നത്. അല്ല സംഘടന എന്തു പറഞ്ഞാലും അതൊക്കെ സ്വീകരിക്കുക, അത് ദീനെതിരാണെങ്കിലും സംഘടന പറഞ്ഞ് സ്വീകരിക്കുക എന്ന നയം ഇല്ല. അങ്ങനെ സംഘടന പാടില്ല. ദീനും സംഘടനയും എതിരായി വന്നാൽ ദീനാണ് വലുത്, സംഘടനയല്ല. അത് സംഘടന ഒന്നിച്ച് കൂടി ഇത്തിഫാക്കായി പറഞ്ഞാലും സ്വീകരിക്കേണ്ട ഒരു ബാധ്യതയും നമുക്കാർക്കുമില്ല. അങ്ങനത്തെ സംഘടന ഉണ്ടാകാൻ പാടുമില്ല. അല്ലാതെ ദീന് പ്രചരിപ്പിക്കാനാണ് സംഘടന. ആ സംഘടന ദീനേക്കാൾ മേലെ പോയാലോ ആ സംഘടന ഇസ്ലാമികമായ സംഘടന ആവുകയും ഇല്ല. അത് ഒരു അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം ഇവിടെയുള്ള വ്യത്യസ്ത സംഘടനകൾ അവരൊക്കെ കുറെ ശരികൾ അതിലുണ്ടാകും, വേറെ കുറെ അബദ്ധങ്ങളും അവരൊക്കെ ഉണ്ടാകും. സ്വാഭാവികമായും ചില അബദ്ധങ്ങളെ തുറന്നു കാണിക്കാൻ കഴിയാതാകുമ്പോൾ, തുറന്നു കാണിച്ചാലും അത് പരിഹരിക്കപ്പെടാതെ പോകുമ്പോൾ ഒരുപക്ഷെ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ വേണ്ടി മറ്റൊരു പ്ലാറ്റ്ഫോം ഉണ്ടായി വന്നതൊക്കെ ഉണ്ടാവും. അതൊന്നും ഒരിക്കലും ഒരു സംഘടനാ പക്ഷപാതിത്വങ്ങളല്ല, സങ്കുചിത്വങ്ങളല്ല. ഹക്കിനോട് മാത്രമേ നമുക്ക് പ്രതിപത്തിയുള്ളൂ. നമ്മുടെ പ്രതിപത്തി വിശുദ്ധ ഖുർആനോട് തിരുസുന്നത്തോട് മാത്രമാണ്. അത് സ്ഥിരപ്പെട്ട് വന്നാൽ സ്വീകരിക്കുക, അത് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലെങ്കിൽ ആര് പറഞ്ഞാലും തിരസ്കരിക്കുക. ആ നിലപാടിൽ നിന്നുകൊണ്ട് സംഘടനാ സംവിധാനം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ല കാര്യമാണ്. അപ്പൊ ആ സംഘടന നമ്മൾ ശക്തിപ്പെടുത്തണം, അതിനെ കൂടെ നിൽക്കണം. അത് നമ്മളെ കൂടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും നമ്മൾ നൽകണം. ആ റൂട്ടിൽ നിൽക്കുന്ന കാലത്തോളം അതിനെ സഹായിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ആ റൂട്ടിൽ ആ സംഘടനാ സംവിധാനം മാറിപ്പോയാലോ പിന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ബാധ്യത നമുക്കില്ലതാനും. ഇതാണ് ഇതിലുള്ള ഒരു അടിസ്ഥാനം. ഒരാൾ സംഘടനയ്ക്കൊന്നും വന്നില്ല, അയാൾ ദീന് ശരിയാവില്ലാന്നോ അയാൾ ഈമാൻ ശരിയാവില്ലാന്നോ ഇതൊന്നും അർത്ഥമില്ല. പക്ഷെ മറ്റൊരുപാട് ഹൈറുകൾ നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ ജാമിയത്തുൽ ഹിന്ദ് ഒരു സംഘടനാ സംവിധാനം ഉണ്ടായതുകൊണ്ട് ഉണ്ടായി വന്ന ഒരു സംവിധാനമാണ്. പീസ് റേഡിയോ ഈ സംവിധാനത്തിലുണ്ടായി വന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ ഇതിനെ കൂടെ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് ഇതിനൊക്കെ കൂടിയിട്ടാണ്. പീസ് റേഡിയോ 24 ഹവറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ലോകം മുഴുവൻ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നു. ഈ കൂട്ടായ്മയിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ ഈ പീസ് റേഡിയോയുടെ എല്ലാ കൂലിയും നമുക്ക് കിട്ടാണ്. നമ്മൾ പുറത്തേക്കുമ്പോഴോ ആ കൂലി കിട്ടുന്നത് വാങ്ങിപ്പോകും, നമ്മളൊന്നുമില്ലാതെ അപ്പുറത്ത് നിൽക്കേണ്ടി വരും. ജാമ്യ ഒരു സംഘടനയും ഒരു മീറ്റിംഗുമാണ് ഇതുണ്ടായി വന്നത്. അല്ല വെറുതെ നടന്നു പോകുമ്പോൾ ജാമ്യം ഉണ്ടാക്കി വന്നത് തോന്നിയല്ലോ. അതൊരു സംഘടന ഉണ്ടായി, ആ സംഘടന കൂടി ആലോചിച്ച് മീറ്റിംഗ് കൂടി അവിടുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഈ സംഭവം എങ്ങനെയാകണം എവിടെയാകണം എന്ന് ആലോചിക്കുകയും സ്ഥലം വാങ്ങുകയൊക്കെ ചെയ്തത്. ഇപ്പൊ നമ്മളൊക്കെ ഈ പള്ളി വന്ന് കൂടി, ഈ പള്ളി എങ്ങനെ ഉണ്ടായത് ഈ സംഭവമൊക്കെ ഉണ്ടായപ്പോഴാണ്. ഇതൊക്കെ കഴിഞ്ഞ അവസാനം പള്ളിയൊക്കെ ഉണ്ടായിട്ട് ഇവിടെ നിന്ന് ഇരുന്നിട്ട് വെച്ച് തോന്നുകയാണ് സംഘടന ഒന്നും വേണ്ട എന്ന് തോന്നിയാൽ അയാൾക്ക് നഷ്ടം എന്നല്ലാതെ വേറൊന്നുമില്ല. എന്നാൽ ആ സംഘടന ദീനേക്കാൾ അപ്പുറത്തേക്ക് പോയാലോ, ദീനിനെ മാറ്റി വെച്ചുകൊണ്ടുള്ള സംഘടന തീരുമാനം വരികയാണെങ്കിലോ അത് അംഗീകരിക്കേണ്ട ബാധ്യത നമുക്കില്ലതാനും. അത് പിന്നെയും അംഗീകരിക്കുകയാണെങ്കിൽ അതാണ് ആക്ഷേപിതമായ ഹിസ്ബിയത്ത്. നമ്മുടെ പാർട്ടി പറഞ്ഞാൽ, നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞാൽ, നമ്മുടെ ആളുകൾ പറഞ്ഞാൽ ബാക്കിയൊന്നും നോക്കേണ്ടതില്ല, അതാണ് തെറ്റായ ഹിസ്ബിയത്ത്. എന്നാൽ ദീൻ അനുസരിച്ച് നമ്മൾ സംഘടന പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുന്നു. ദീനെതിരായ സംഘടന പറഞ്ഞാൽ അവിടെ സ്വീകരിക്കേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല, സ്വീകരിക്കാൻ പാടുമില്ല. അവിടെ ദീനെയാണ് നമ്മൾ ബന്ധിക്കേണ്ടത്. ഈ നിലപാടുള്ള ഒരു സംഘടന നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സംഘടനയുടെ കൂടെ നിൽക്കുക, അത് സഹകരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയായി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.